ഞാൻ ആ സ്ക്രിപ്റ്റ് തരാം, മോമ്പിക്കുവോ പുതിയതായിട്ട് പടമെടുക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്താട്ടെ, എനിക്ക് ആ പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അജയന് ഒരു വിഷമം തോന്നണ്ട. അതൊരമ്മ എന്നുള്ള നിലയിൽ എൻ്റെ മോർണിംഗാണ്. എൻ്റെ കയ്യിൽ ചില സംഭവങ്ങൾ എനിക്ക് കിട്ടിയത്, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ആകട്ടെ, അത് ശബ്ദ സന്ദേശങ്ങളോ അല്ലാത്തതോ എന്തോ ആകട്ടെ, അതൊക്കെ ഞാൻ അവരോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ മനസ്സിൽ ഇത്ര പെട്ടെന്ന് എനിക്കങ്ങ് മാറാനൊക്കത്തില്ല. സത്യൻ്റെ പടമുണ്ട് എനിക്ക് വേഷമുണ്ടടി എന്ന് ലളിത ചേച്ചി എൻ്റെ പാവം പറയുമായിരുന്നു. വിലായത്പുത്തയിൽ അവന് ഫൈറ്റും ഒക്കെ ആയിട്ട് നല്ല 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 ക്യാരക്ടർ, നല്ല പടമായിരിക്കും. അത് ഓടേണ്ട ഒരു പടമാണ്. മല്ലികമ്മയുടെ ഇപ്പോ ഓടുന്ന ഒരു റീലുണ്ട്. സുകുമാരൻ സാറ് പണ്ടൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, പാടം പൂത്ത കാലം എന്ന് പറഞ്ഞ പേര് എഴുതിയിട്ട്. പെമ്പുരാൻ ഇറങ്ങുമ്പോഴും ലൂസിഫർ ഇറങ്ങുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തില് അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തിയായതാണ് എന്നൊരു തോന്നലാണ്. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മള് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് തോപ്പിൽ ബാസിയുടെ ഒളിവിലെ ഓർമ്മകൾ ബേസ് ചെയ്തിട്ട്. പിന്നെ സുഗുണന്റെ കയ്യിലായിരുന്നു അതിന്റെ റൈറ്റ്സ്. സുഗുണൻ്റെ കയ്യിൽ എൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ സുഗുട്ടൻ മരിച്ച് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അജയൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിങ്ങനെ സുഗുണൻ്റെ കയ്യിലുണ്ട്. ഞാൻ എനിക്കറിയാം അജയ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫയലിൽ തന്നെ ഇരിപ്പണേ, എല്ലാം വളരെ ചിട്ടയായിട്ട് ഫയലാക്കി. അതല്ലേ ഞാൻ പറഞ്ഞത്, KSFDCക്ക് സബ്മിറ്റ് ചെയ്യേണ്ട എന്തെല്ലാം നല്ല പ്രപ്പോസൽസ്, ഈ പറമ്പൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കരുത് എന്നാൽ ഇതെല്ലാം എൻ്റെ ഇരിക്കുക. അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് അന്ന് തോന്നിയത് കരുണാകരൻ സാറാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ നടന്നു പോയേനെ. പിന്നീട് വരുന്ന ഗവൺമെൻറ്റുകൾ സിനിമ എന്ന് പറയുന്നത് മറ്റുള്ള സംഭവങ്ങളുടെ ഇടയിൽ അത്ര തീവ്രമായിട്ടത് ചിന്തിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് അത്രയും സ്ഥലം മതി. രാമോജി റാവു പോലെ കയറി കാണുന്നതിന് തന്നെ നമുക്കൊരു 1000 രൂപയുടെ ടിക്കറ്റ് വെച്ചാലും നഷ്ടമില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സുഗേട്ടൻ്റെ പാടം പൂത്ത കാലം കഴിഞ്ഞ് ഈ പടം ചെയ്യാനായിട്ട് റൈറ്റ്സൊക്കെ വാങ്ങി. വലിയ കാര്യമായിരുന്നു ഈ ഒളിവിലെ ഓർമ്മകൾ. അദ്ദേഹം ഒരു സഖാവാണ്, അറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു സുഗേട്ടാ ഇത് എടുക്കുക, ഇതെന്തായാലും ഞാനേ സംവിധാനം ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു പടമായിട്ടൊരാൾ വന്നതും. നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ച് പാട്ടിൻ്റെ കാര്യമൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ അജയൻ വന്നു. ചേച്ചി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുമായിരുന്നു, ഇപ്പം ആ സബ്ജക്റ്റ് ഒരാൾ ചോദിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ചെറിയ പൈസയൊക്കെ ആയിരിക്കും. ഈ പറഞ്ഞതിലോട്ട് ഇന്നിപ്പം 5000 10,000 എന്ന് പറഞ്ഞാൽ ഇന്ന് 5 ലക്ഷവും 10 ലക്ഷവും. അന്നൊക്കെ അത് വലിയ തുകയാണ്. ഒരു ചെറിയ തുകയൊക്കെ തന്നാണ് എനിക്ക് എൻ്റെ അടുക്കൽ നിന്ന് അത് ഞാൻ സുഗുണന് കൊടുത്തത്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങോട്ട് അത്രയും പൈസ തരാനില്ല. അപ്പോൾ ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഞാൻ അതുകൊണ്ട് കൊടുത്തിട്ട്, എനിക്ക് വാസ്തവം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി. എനിക്കോ ഒരാൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, തോപ്പിൽ ബാസി സാറും പോയി. ആ പൈസ തിരിച്ച് തരാനില്ലാത്തതുകൊണ്ട് ഞാനിത് ഫയൽ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെയൊന്നും പറയാതെ, ഞാൻ ആ സ്ക്രിപ്റ്റ് തരാം, മോമ്പിക്കുവോ പുതിയതായിട്ട് പടമെടുക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്താട്ടെ, എനിക്ക് ആ പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അജയന് ഒരു വിഷമം തോന്നണ്ട. അത് ആ പടമൊക്കെ എടുത്ത് 100 ദിവസമൊക്കെ ഓടി ഭയങ്കര കാശൊക്കെ കിട്ടും, വലിയ ചേച്ചി ചോദിച്ചോളാം. ഇപ്പോൾ എനിക്കൊന്നും തരണ്ടാന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു. അന്ന മാസത്തിൽ അതിന് ഭയങ്കര ഇമോഷണലായി. ഇപ്പം ഞാൻ തോപ്പിൽ ബാസിൻ്റെ ഒരു യുദ്ധകാന്ഡം എന്നൊക്കെ പറഞ്ഞൊരു പടത്തിനകത്തൊക്കെ ഞങ്ങൾ അഭിനയിച്ചിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈശ്വര എന്തൊരു വിഷമത്തിലായിരിക്കും അത്. സുഗുണനും വലിയ സങ്കടമായിരുന്നു, അത് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് ആ സ്ക്രിപ്റ്റ് അദ്ദേഹം വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷെ പിന്നെ അത് എടുത്ത് കണ്ടില്ല, പിന്നെ അത് വന്നിട്ടില്ല. ഇപ്പൊ ഈ പാടം പൂത്ത കാലം ആണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ശീലം മല്ലികാമ്മയ്ക്കും ഉണ്ടല്ലോ. പക്ഷെ അപ്പൊ എന്താ അത്രയും ആഗ്രഹിച്ച് സുകുമാരൻ സാർ വെച്ചൊരു കാര്യമല്ലേ, എന്നാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡയറക്റ്റ് ഇവരെക്കാൾ മുമ്പ്. അതായത് ഞാനൊന്ന് റിക്കവർ ചെയ്തയോ, ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഒരുമാതിരി ആരും ഇല്ലല്ലോ എന്ന് തന്നെ ഞാനൊന്ന് ഉണർന്ന് വരാൻ തന്നെ ഒരു 2-3 കൊല്ലം ആയിപ്പോയി. അപ്പോഴാണ് ഈ പെയ്തൊഴിയാതെ സീരിയൽ KK രാജീവിൻ്റെ അഭിനയിക്കുന്നതൊക്കെ. അപ്പോൾ അത് നോക്കി അപ്പോഴത്തേക്ക് കാലം കുറച്ചു മാറി. അതൊരു പഴയ കൂട്ടുകുടുംബം എന്നൊക്കെ പറഞ്ഞ സിനിമ പോലെ ഉള്ള ഒരു ഫാമിലി സ്റ്റോറിയാണ്. പക്ഷേ എന്നാലും ഇനിയിപ്പം വേണമെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ഇതിനിടയ്ക്ക് നല്ല കഥകൾ ഓടുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു ചേച്ചി ഇനി ഇത് നിൽക്കുമോ, ഇതൊരു നാട്ടിൻ പുറത്ത് നടക്കുന്ന അതാണ് ആ നാട്ടിൻ പുറത്ത് നടക്കുന്ന കഥ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉൾനാടൻ ഗ്രാമമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞ നോക്കാം വരട്ടെ. അപ്പോഴൊക്കെ ഞാൻ ഈശ്വര എൻ്റെ മോനെങ്ങാണോ ഒരു സംവിധായകനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു സംശയമുണ്ട്. കാരണം ഞങ്ങൾ സൈനിക സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ രാജു സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്ത നാടകമൊക്കെ അവിടെ കളിച്ചിട്ടുണ്ട്, ഇവൻ അഭിനയിച്ചിട്ടുണ്ട്, ഇന്ദ്രൻ അഭിനയവും പാട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനും സുഗുണനും കൂടെ അവിടെ ഇരുന്ന് പറയും
ഇതെല്ലാം സിനിമയാണെന്നൊക്കെ അദ്ദേഹം പറയും. ഞാൻ പറയും വരട്ടെ, അച്ഛന് സിനിമയിൽ പോവാം, MA ബിരുദവും LLB ബിരുദവും ഒക്കെ കളഞ്ഞേച്ച് അമ്മയ്ക്കും വരാം സിനിമയിൽ, പിന്നെ അവർക്ക് കൂടെ അല്ല അവനൊക്കെ സിനിമയ്ക്ക് വരണപടി എന്നിട്ട് വേണം എനിക്ക് കാണാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമായിരുന്നു എപ്പോഴും. അണ്ണാകുഞ്ഞുങ്ങളല്ലേ അല്ലേ മരം കയറരുതെന്ന് പറഞ്ഞാൽ കയറാതിരിക്കുമോ? അല്ല, രാജു ഒരുപാട് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ആദ്യം മുതലേ ഒരു ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊക്കെ വലിയ താല്പര്യമായിരുന്നു, വായിക്കാനും പഠിക്കാനും ഒക്കെ. പക്ഷേ പിന്നീടാണ് ഈ പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പോയതും നന്ദനെന്നും പറഞ്ഞ് ഓടി തിരിച്ചു വന്നതും ഒക്കെ കൂടെ, അതൊക്കെ കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ അങ്ങ്. പക്ഷെ രാജുവിനുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ തുടക്കം മുതലേ അവനൊരു ശക്തമായ നായക കഥാപാത്രങ്ങളിലൂടെ വന്നവനാണ്. ഇന്ദ്രൻ നല്ല ആർട്ടിസ്റ്റാണ്. ഇപ്പം ഞാൻ ദോഹയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇന്ദ്രനെ വലിയ കാര്യമാണ്. പക്ഷേ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആക്ടറിന്റെ ഫാൻസ് ഒരുപാട് പേരാണ്. ഉണ്ട് ഒരുപാട് പേരുണ്ട്. അവൻ ഈ പറഞ്ഞിട്ട് കുറച്ചുകൂടെ എൻ്റെ കൂട്ട് പാചകടിയും ലോഹിയും ഒക്കെ ഉണ്ടല്ലോ. മറ്റേ അച്ഛനാണ്. അപ്പോൾ അത് കാരണം അവൻ ആദ്യം എല്ലാത്തരം റോളുകളും ചെയ്തത് കൊണ്ട് ഇപ്പോൾ എല്ലാത്തരം റോളിനും ഇന്ദ്ര നല്ല ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അവനെ വലിയ കാര്യം, ഞാൻ ഖത്തറിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഇന്ദ്രനെ വലിയ കാര്യമാണ്. അതെ, രണ്ടുപേരും രണ്ടിൽ സ്റ്റൈലാണല്ലോ. ഇപ്പൊ രാജുവിന്റെ അടുത്ത് നമുക്കൊന്ന് അങ്ങോട്ട് ചെല്ലാൻ ഒരു പേടി ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് അതില്ലല്ലോ. അത് ഇന്ദ്രൻ ഏറ്റവും കൂടുതൽ ഖത്തറിലാണ് ഞാനന്ന് ഈ നമ്മുടെ ലാൽ ജോസിന്റെ മറ്റേ ഇത് എന്താ പറയുക, അയ്യോ ആ പടം ഉണ്ടല്ലോ, ക്ലാസ്മേറ്റ്സ് ഞാൻ എപ്പോഴും പറയും ഇന്റർവ്യൂവിൽ, ആ പടി കയറി പോകുമ്പോൾ എത്ര പെൺപിള്ളേരുടെ കാല് ചവിട്ടിയ പടിയാണ് പൊന്നിഞ്ഞ് കിടന്ന് ഒരു ഉമ്മ വയ്ക്കുന്നത്. ജീവിക്കരുത്. അപ്പൊ അതൊക്കെ ഇന്ദ്രൻ ചെയ്തെങ്കിലേ ഇറക്കുള്ളൂ. ശരിയാ. ഇപ്പം രാജുവിന്റെ കേസ് പറയുമ്പോൾ ഇപ്പൊ ഈ അടുത്ത് വരുന്ന കുറെ പോസ്റ്റുകൾ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്തിനാണ് 10,000-10,000 ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യാൻ, ഇങ്ങനെ മുന്നിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു അമ്മ മതിയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചിട്ട്. അപ്പം ഇത് കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ റീസെന്റ് ആയിട്ട് എമ്പുരാൻ ഇറങ്ങിയിട്ട് വന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇത് കണ്ടപ്പോൾ വിചാരിച്ച എന്താ വെച്ചാൽ, ഇപ്പൊ പിന്നെ രാജു എന്ന് പറയുന്ന ഡയറക്ടർ, ആക്ടർ, പാൻ ഇന്ത്യൻ ഡയറക്ടർ, പാൻ ഇന്ത്യൻ ലെവലിലെ ഡയറക്ടർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒരു ആക്സെപ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്നൊരു സമയം ഉണ്ടല്ലോ, എല്ലായിടത്തുനിന്നും കല്ലറിയിൽ കിട്ടിയ. അപ്പൊ ശരിക്കും നമ്മൾ കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇതല്ല ഇതിനപ്പുറം ആ ലൈൻ ആണ് ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ. അന്നത്തെ ഒരു അമ്മ മകൻ ഒരു ബന്ധമുണ്ടല്ലോ, നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ, അത് എന്തായിരുന്നു അന്ന്? എത്തിയപ്പോഴത്തേക്ക് രാജു എന്തോ അമ്മ ഞാനിവിടെ നിൽക്കുന്നതിന് എന്തോ ആർക്കൊക്കെ എന്തൊക്കെയോ ചിലർ, ഞാൻ അങ്ങ് തിരിച്ച് ഓസ്ട്രേലിയയിൽ പോവുക. അപ്പോൾ അവിടെ ഇതുണ്ട്, 35 വയസ്സ് വരെ ഉള്ളിൽ ചെന്നാൽ ടാസ്മാനിയയിൽ അത് എഴുതി ഫുള്ളാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ജോലി പ്രവേശിക്കുകയൊക്കെ ചെയ്യാം, അല്ലെ അവിടെ ജോലി ചേർന്നുകൊണ്ട് പിന്നെ പഠിക്കുകയൊക്കെ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോഴാണ് ഈ നന്ദനം. അപ്പം ഞാൻ പറയും, മോനെ അമ്മയ്ക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, സപ്പോസ് ഈ പടം ഓടി, നന്ദനം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഓടി, അപ്പോൾ അത് അടുത്ത പടം വന്നു, അതിൻ്റെ അടുത്ത പടം രാജു 2 എന്ന് പറഞ്ഞാൽ നീ ആ 2 പടവും കൂടെ ചെയ്തിട്ട് പോവുമോ ടാസ്മാനിയയ്ക്ക്, അതോ അങ്ങ് പോവോ? കുറച്ച് നേരം മിണ്ടാതിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് സിനിമ നിൽക്കുന്ന ഇഷ്ടം, അച്ഛനും അമ്മയൊക്കെ നിന്ന ഫീൽഡിൽ സിനിമ അഭിനയവും സിനിമ, അപ്പോഴും പറഞ്ഞു അവൻ, സിനിമയുടെ മറ്റു കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയുന്ന പിന്നെ മോനൊരു കാര്യം ചെയ്യും, അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാന്ന് പറയണ്ട, അത് സാരമില്ല, അത് വിട്ടേരെ, നീ ഒരു കാര്യം ചെയ്യും, 35 വയസ്സ് വരെ ഉണ്ടല്ലോ, നിനക്ക് വയസ്സ് എത്ര ആയത് നിനക്ക് തന്നെ അറിയാം, എന്നാൽ ഏതാണ്ട് 20 വയസ്സങ്ങാണ്ട് ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു 3 കൊല്ലം നീ ഇവിടെ നിന്ന് നീ മെയിൽ അയക്കുക, 2-3 ഇയേഴ്സ് ഇങ്ങനെ തന്നെ. അപ്പോൾ അവിടെ മെയിൽ അയച്ച് അറിയിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് ആരും ഇല്ലാത്തതുകൊണ്ടുള്ള ഒരിതുണ്ട്. സോ ഞാൻ ഒരു റീജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു 3 ഇയേഴ്സ് അമ്മയെ ഒന്ന് സെറ്റിലാക്കിയിട്ട് വരാം, അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 3-4 വർഷം ആർക്കെങ്കിലും അങ്ങനെ വല്ലതും അറിയിക്കണമെങ്കിൽ അങ്ങനെ അറിയിക്കുക എന്നും പറഞ്ഞ് ഞാൻ തന്നെയാണ് ഗ്രീൻ സിഗ്നൽ കൊടുത്തത്. പക്ഷേ അവർ 3-4 വർഷം കൊണ്ട് അവരങ്ങ് ഒത്തിരി പടങ്ങൾ അവിടെ നിന്ന് വിടുന്നത്, അതെല്ലാം നല്ല ഡയറക്ടേഴ്സിൻ്റെ, ലോഹിതദാസ് സാറിൻ്റെ പടം വരെ അന്ന് അഭിനയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇവൻ്റെ തലയിൽ എഴുതിയിരിക്കുന്ന ഇതായിരിക്കും. പക്ഷേ അന്നൊന്നും ഒരു ശത്രുത ഇല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നുമില്ല. ഇപ്പം പിന്നെ ആരും ഇല്ലെങ്കിലും അമ്മയുണ്ടെന്ന് പറയാനൊരൊറ്റ കാരണമാണ്. കാരണം ഇവിടെ അനങ്ങിയാൽ സംഘടനയ്ക്കകത്തുനിന്ന് പ്രതികരണങ്ങളാണ്. ഏതെങ്കിലും പെൺപിള്ളേർ എവിടെങ്കിലും ഇരുന്നുണ്ട് എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ണ് കാണിച്ചു, എപ്പോൾ 6 കൊല്ലത്തിന് മുമ്പ് കണ്ണൊന്ന് അടഞ്ഞു പോയതൊക്കെ ഇന്ന് കൃത്യമായിട്ട് ഓർക്കുന്ന കുട്ടികളാണ് ഇവിടെ. വലിയ സന്തോഷം, നല്ല കാര്യമാണ്, അവരുടെ കൂടെ തന്നെയാണ് ഞാനും. പക്ഷേ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എന്ത് തെറ്റ് സംഭവിച്ചാലും അതാണ് ഇവിടെ സർക്കാരും ചെയ്യേണ്ടത്, ഒരു ടൈം ബാർ കൊടുക്കണം. ഒരു തെറ്റ് ഒരു സെറ്റിൽ ഒരു പെൺകുട്ടിയോട് ഒരുത്തൻ കാണിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കണം സർക്കാരിന്. അതിൻ്റെ അങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഈ പരിഹാരം കാണാതിരിക്കുന്ന സംഘടനകൾ ചെയ്യേണ്ടത്. അല്ലാതെ
പണ്ട് 12 കൊല്ലത്തിന് മുമ്പ് ഞാൻ ബാത്റൂമിലോട്ട് പോയപ്പോൾ എന്നെ കണ്ണടച്ച് കാണിച്ചു. ഇങ്ങനെ ഇതാണോ പരാതി? ചേടാ, അയാളുടെ കണ്ണിനൊന്നും വല്ല കുഴപ്പമുണ്ടായിരുന്നെങ്കിലോ? അപ്പം തെറ്റ് ചെയ്യുന്നവനെ അടിപൊളി ശിക്ഷിക്കണം. ഞാൻ കൂടെ നിൽക്കും. ടൈം കൊടുക്കണം, അപ്പോഴേ പഠിക്കുള്ളൂ കുട്ടികൾ. അയ്യോ, ഞാൻ അപ്പോഴെല്ലാം പേടി. ഞാനിത് പറഞ്ഞോണ്ടേ എൻ്റെ നായികാസാനം പോവോ, എനിക്ക് പടം പോവോ കുറയോ ആയിരിക്കാം. മേലാ ഞാൻ ഇവളെ ഒന്നും പടത്തിലിട്ടേക്കരുത് പറയുമ്പോൾ അത് കേട്ട് ആ സ്വാധീന ശക്തിയുള്ളവരുണ്ടായിരിക്കാം. ഇതൊക്കെ എല്ലാ ഫീൽഡിലും ഉണ്ട്. സിനിമ മാത്രമാണോ? രാഷ്ട്രീയത്തിലില്ലേ? സാംസ്കാരിക രംഗത്തില്ലേ? ഒരു വലിയ അവാർഡ് കൊടുക്കണമെങ്കിൽ അവിടെ ഇല്ലേ? നോർമൽ ഓഫീസുകളിലുണ്ട്, എല്ലായിടത്തും ഉണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് അതിനൊരു ടൈം ബാർ കൊടുക്കുക. ഞാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാറേ, എനിക്ക് വേറൊന്നും പറയാനില്ല. ഒരു കൃത്യമായിട്ട് ഇന്നൊരു തെറ്റ് നടന്നാൽ 10 ദിവസത്തിനകം ലോക്കൽ പോലീസിൽ ഈ ബാധിക്കപ്പെട്ട ആളാരോ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കുക വിത്ത് എ കോപ്പി ടു സർക്കാരിൻ്റെ സാംസ്കാരിക മന്ത്രിക്കോ ആർക്കാന്ന് വെച്ചാൽ. എന്നിട്ട് അതിൻ്റെ തീരുമാനം 1 മാസത്തിനകം വരണം. അല്ലാതെ 15 വർഷം കഴിഞ്ഞ് എവിടെ വെച്ചാൽ കണ്ണടച്ചത്, വലത്തെ കണ്ണാണോ ഇടത്തെ കണ്ണാണോ അടഞ്ഞത് എന്നൊക്കെ ആരും ഓർത്തിരിക്കും? അത് അങ്ങനെ നമുക്കൊരു മറ്റുള്ളവരെ കൊണ്ട് കമൻ്റ് അടിപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ട് ഒരു വല്ലാതെയായിപ്പോയി ചർച്ചകളെല്ലാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് വരെ ചർച്ച ചെയ്യുന്ന സംഘടനയോ വ്യക്തികളോ ഒന്നും പ്രതികരിച്ച് കണ്ടില്ല. ഇവിടെ ഒരാൾ കിടന്ന് ശുദ്ധ നുണ 1, 2, 3 എന്നും പറഞ്ഞ് വിളമ്പിയപ്പം പട്ടാളക്കാർ, ഇദ്ദേഹത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന എത്രയോ പട്ടാളക്കാർ എൻ്റെ കുടുംബത്തിൽ കിടക്കുന്നു. കേണല്, വിങ് കമാൻഡർ, മേജർ, അദ്ദേഹത്തിന് അറിയാം അവരെയൊക്കെ. അങ്ങനെ വന്നപ്പോൾ ഞാൻ ചേട്ടാ, ഇതെന്തിനാണ് ഈ പാവം പിടിച്ച എൻ്റെ മോനെ പറഞ്ഞത്? അവനെ അറിഞ്ഞിട്ടേ ഇല്ല ഇതൊന്നും. അത് പറയേണ്ടവരൊന്നും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു അവരാരും ഒന്നും പറയാത്തത് കൊണ്ടും കൂടെ സംശയം കൂടിയതായിരിക്കാം. ഇയാളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഒരുത്തൻ. അപ്പോൾ ഞാൻ അല്ല, അങ്ങനെ പറയാനാണ് വേറെ ഉണ്ട് എൻ്റെ കയ്യിൽ പലതും. ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എടുക്കേണ്ട സമയത്ത് ഞാൻ എടുക്കും, യാതൊരു സംശയം വേണ്ട. എടുപ്പിക്കരുത്. എനിക്കത് അല്ല, അത് തീർച്ചയായിട്ടും അതൊരമ്മ എന്നുള്ള നിലയിൽ എൻ്റെ മോർണിംഗാണ്. എൻ്റെ കയ്യിൽ ചില സംഭവങ്ങൾ എനിക്ക് കിട്ടിയത്, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആകട്ടെ, അത് ശബ്ദ സന്ദേശങ്ങളോ അല്ലാത്തതോ എന്തോ ആട്ടെ, അതൊക്കെ ഞാൻ അവരോടുള്ള സ്നേഹം കൊണ്ടും എൻ്റെ മനസ്സിൽ ഇത്ര പെട്ടെന്ന് എനിക്കങ്ങ് മാറാനൊക്കത്തില്ല. അല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് ചാടി ഒരു ദിവസം കോൺഗ്രസ്, പിറ്റേ ദിവസം കമ്മ്യൂണിസ്റ്റ്, അതിൻ്റെ ഒരു ദിവസം മോദിജി ഭരിക്കാൻ വന്നുകൊണ്ട് BJP. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ചേർന്നാൽ ഒരിടത്ത് ചേരും, താമസിയാതെ ചേരണമെന്ന് വിചാരിക്കുക. കാരണം ഇതില്ലെങ്കിൽ ഇവിടെ രക്ഷയില്ലാത്ത പരിവായി. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ തോന്നും നമുക്ക് എന്ത് ചീത്ത വിളിക്കാമല്ലോ അതിൻ്റെ പേരിൽ. അല്ലാതെ സത്യം ഇതൊക്കെ ഓരോ അത് ആരെങ്കിലും ചീത്ത വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരങ്ങ് പറയുക, എന്നിട്ട് ആ പാർട്ടിക്കും കൂടെ അതൊരു ചീത്ത. മനസ്സിലായി, സത്യം പറയാം. ഇപ്പൊ 50 years ഓഫ് മല്ലിക സുകുമാരൻ ജസ്റ്റ് അങ്ങ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ 50 വർഷം സിനിമയിൽ നിൽക്കാന്നൊന്നും പറഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമില്ലല്ലോ, അല്ലെ? വലിയ കാര്യമാണ്. ഇപ്പൊ ഈ 50 years കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സിനിമ വ്യസന സമയത്തിൽ കൂടെ അഭിനയിക്കുന്നത് വളരെ ചെറിയ എനിക്ക് വലിയ ഇഷ്ടമാണ് അനശ്വരയാണ്. അപ്പം അനശ്വരയെ പോലെ അത്ര യങ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് എന്താ പറഞ്ഞു കൊടുക്കാം മല്ലികമ്മ, ഫ്രം യുവർ എക്സ്പീരിയൻസ്? അനശ്വരയൊക്കെ നല്ല മെടുക്കി കുട്ടികൾ. ഷീ ഈസ് എ വെരി ഇൻ്റലിജൻറ്റ് ഗേൾ. അല്ല, അങ്ങനെ ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടിയല്ല കേട്ടോ. അപ്പോൾ പക്ഷേ എന്നാലും ഞാനൊക്കെ പറയുന്നതാ, ഞാൻ പറഞ്ഞ ഈ ഒരു ഉത്സാഹവും ഈ ഒരു കുസൃതികളുമൊക്കെ അങ്ങോളം നിർത്തണമെങ്കിൽ ബി യുവർ സെൽഫ്. അതൊന്നും അവരൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ഭീഷണിക്കൊന്നും വഴങ്ങുന്നവരൊന്നും അല്ല അവരാരും. അത് ഞാൻ പറയുന്നത് ഈ ഭീഷണി എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ഇങ്ങനെ ഓരോന്നിൻ്റെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുന്നത് അതൊക്കെ ഭീരുക്കളാണ് മോളെ. അവനൊന്നും ധൈര്യമില്ല മുഖത്ത് നോക്കി പറയാൻ. അതിന് വളഞ്ഞ വഴി കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പറഞ്ഞു പേടിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പറയാനുള്ള കാര്യങ്ങൾ. എനിക്ക് ഏതായാലും നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അത് മേലെ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നില്ലേ? അത് ആ പറയുന്നവനും കേൾക്കുന്നവനും മാത്രം മതി, വേറെ സാക്ഷികൾ വേണ്ട. അത് പറഞ്ഞാൽ അവിടെ തീരുന്നതാണ്. പക്ഷെ അതിന് പകരം ഇവിടെ ചർച്ച ചെയ്തു, അവിടെ ചർച്ച ചെയ്തു, മറ്റിടത്ത് അതിനെ കളിയാക്കി റീലെന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ സാധനം ഉണ്ടല്ലോ, അനങ്ങിയ എല്ലാവരും റീലാണ്. എൻ്റെ അമ്മേ, എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. റീല് ഇപ്പം തന്നെ ചിലപ്പം രാജുവിൻ്റെ ഇന്ദ്രൻ്റെയൊക്കെ ഫാൻസ് പിള്ളേരെ എൻ്റെ ഏതെങ്കിലും സീനൊക്കെ എടുത്ത് വെച്ച് ഞാൻ ആ ഫംഗ്ഷന് പോയതൊക്കെ സ്റ്റോറിയാണ്. അപ്പം ഞാൻ പറയാം, കുഞ്ഞെ ഇത് ഞാൻ കഴിഞ്ഞ പരിപാടിക്ക് പോയതല്ലേ, എന്തോന്ന് റീല്? ഒരു ആശുപത്രി നേഴ്സസ് ഡേക്ക് പോയി ഞാനൊരു 10 മിനിറ്റ് പ്രസംഗിച്ചു, അതിനകത്ത് റീല് കാണിക്കാനുള്ള നിങ്ങളത് മുഴുവൻ കാണിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാം അതെന്താണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പം ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തമാശനാണെന്ന് പറയാം. റീലൊന്നുമില്ല, ഒന്നുമില്ലെങ്കിൽ ഒരു ഡാൻസ്, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഒരു വരി. ഇതിപ്പോൾ മുഴുവൻ കേട്ടൂടെ മാറിയിരുന്നു, അപ്പുറത്തോട്ട് മാറിയിരുന്നു. ഈ ഒരു വരിയെ കാണാമോ? എന്തൊക്കെ സമയമില്ലായ്മ, അതുകൊണ്ട് ഒരു കറക്റ്റ് കേൾക്കണം. അതാണ്. അപ്പം ഈ സംഘടനയിൽ ഇരിക്കുന്നവർക്ക് പോലും
ചില പദവികൾ എന്തോ സംഭവമാകുന്നുണ്ട്. ഇപ്പം മോഹൻലാൽ മമ്മൂട്ടിയല്ല ഞാൻ പറഞ്ഞത്, കാരണം അവരെ ഒഴിച്ച് നിർത്തിയിട്ട് സിനിമയിൽ ഒന്നും നടക്കില്ല. അവർ ചരിത്രം തിരുത്തി കുറിച്ചവരാണ്. മലയാള സിനിമയുടെ മലയാള തൂണുകളാണ്. അതെ, മലയാള സിനിമയുടെ ഏറ്റവും ശക്തമായ 2 തൂണുകളാണ്. പക്ഷേ അതുപോലെ ഞാനുമാണ് എന്ന് വിചാരിച്ച് തോളത്തൊരു കയ്യും വെച്ചൊരു പടം എടുത്ത് വെച്ച് പിന്നെ പറയാൻ തുടങ്ങിയ അതൊന്നും നമുക്കൊക്കെ താങ്ങാൻ പറ്റില്ല. വില പോകുന്നതല്ല, അവർക്ക് അറിവില്ലായ്മയാണെന്ന് ഓർത്ത് സഹതപിക്കുക ചെയ്തത്. സത്യമുള്ളൂ. മനസ്സിലായി. നമ്മളെ ലാലേട്ടൻ, എനിക്ക് തോന്നുന്നു ഒരു ലാലേട്ടൻ സമയം എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ ടൈം കഴിഞ്ഞ് ലാലേട്ടൻ അത്രയും കുസൃതിയിൽ കണ്ട വേറൊരു സിനിമയില്ല. ചോട്ടാ മുംബൈ പോലെ അത്രയും രസമായിരുന്നു. അത്ര ആ കാസ്റ്റ് മൊത്തത്തിലും മല്ലികാമ്മയും കൂടെ ഉണ്ടായിരുന്ന സിനിമ. എന്തെങ്കിലും ഒരു ഓർമ്മ ഒന്ന് പറയോ ചോട്ടാ മുംബൈ? അല്ല, അത് ഒന്നാമത്തെ കാര്യം മണിയമ്പിള്ള രാജു അതിൻ്റെ പ്രൊഡ്യൂസർ. മണിയമ്പിള്ള രാജു ഞാനും കൂടെ കാണുമ്പോൾ 1-2 ഞാൻ പറയും, ഞാനില്ലാത്തപ്പോൾ അവിടെ ഇവിടെ എൻ്റെ ചീത്ത വിളിക്കുന്നൊക്കെ അറിയുന്നുണ്ട്. പിന്നെ പോട്ടെ, പഴയ കൂട്ടുകാരൻ, 5-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ സൂക്കേടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വലിയ അടുപ്പക്കാരാണ്. അടുത്തടുത്താണ് തിരുവനന്തപുരത്ത് താമസം. അപ്പോൾ പലപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. മണീൻ്റെ ഭാര്യ ഇന്ദിര അതിനെക്കാട്ടി നല്ല കുട്ടിയാണ്, വളരെ സൗമ്യ. ഈ പറഞ്ഞതിൻ്റെ വിട്ട അങ്ങനെയൊന്നും നമ്മളെ വിളിച്ചന്വേഷിക്കുന്നവരൊന്നും സിനിമയിലില്ല, ഒരിക്കലും ഇല്ല. ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമയായാലും സീരിയലായാലും ഒരുപാട് പ്രൊഡ്യൂസർമാർ ഇവിടെ ഉണ്ട്. പക്ഷേ മണിയമ്പിള്ളയും ഭാര്യയും പോലെ വളരെ കുറച്ച് പേരാണ് ആ ഒരു ബന്ധം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അല്ല, തീർച്ചയായിട്ടും അതെ. അതുപോലെ തന്നെ ഞാനും അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുക. എനിക്ക് ചെന്ന് കാണാനാണ് എനിക്ക് പറ്റാത്തത്, ഈ പറഞ്ഞ പോലെ. അപ്പം ഞാനിങ്ങനെ അപ്പം അങ്ങനെ മണിയമ്പിള്ള പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വേഷമുണ്ട്. ഞാൻ പറഞ്ഞു, അല്ലാതെ ഈ വലിയ സെറ്റപ്പ് എന്തോന്ന് സെറ്റപ്പ്, നിങ്ങൾക്ക് എന്തോന്ന് അഭിനയിക്കാൻ അറിഞ്ഞൂടെ? നിങ്ങൾ പിന്നെ ഇന്ദ്രൻ്റെ അമ്മയായിട്ട് മണീൻ്റെ വർത്താനല്ലേ? അങ്ങനെ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട അവിടെ മോഹൻലാലിൻ്റെ കളികളെല്ലാം കണ്ടു. ഇതിനെക്കാട്ടി കുസൃതിയായിരുന്നു കൊച്ചിലെ എൻ്റെ അമ്മ. ഞാനതുകൊണ്ടല്ലേ മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറയും, മോഹൻലാലിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ കുഞ്ഞെ, എനിക്ക് സീരിയസ് ആയിട്ടൊക്കെ എനിക്ക് ആ ഒരു സീരിയസ്നെസ് ലാലുവിൻ്റെ അടുത്ത്. കാരണം എന്താ വെച്ചാൽ ഒരു 6 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ മോഹൻലാലിനെ എൻ്റെ വീട്ടിൽ ഓടി നടന്ന് വളർന്നിട്ടുള്ള ഒരു കുഞ്ഞാണ്. എൻ്റെ ചേട്ടനുമായിട്ടാണ് ലാലുവിന് ഏറ്റവും കൂടുതൽ അടുപ്പം, മണിച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്കലത്തെ 2 ചേച്ചിമാരെ അധികം കാണാറില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞോട് ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാനുള്ള എനിക്കൊരു വിമിഷ്ടമുണ്ട്. അതേസമയം അത് മമ്മൂട്ടിയോട്ടില്ല, കാരണം മമ്മൂട്ടിയെ ഞാനൊരു ഒരു താരമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ വളരെ മനോഹരമായിട്ടും അന്തസ്സായിട്ടും പെരുമാറുന്ന ഒരു താരമായിട്ട് അത് ഒരിക്കലും ഞാൻ നിഷേധിക്കത്തില്ല. കാരണം ചില സമയങ്ങളിൽ മമ്മൂട്ടിയുടെ ഇടപെടൽ കണ്ടാൽ നമുക്ക് തോന്നും, ഈ മനുഷ്യന് വല്ല കാര്യമുണ്ടോ, എന്നാലും ആ ഉള്ളിൽ സുഖേട്ടൻ്റെ കുടുംബമല്ലേ എന്നുള്ള ആ ഒരു സ്നേഹം തന്നെ, ഒന്നുമല്ല. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് വലിയ ബഹുമാനമാണ് മമ്മൂട്ടിയെ. ലാലുവിനോട് അതേറെ സ്നേഹവും ബഹുമാനവും. പക്ഷേ ലാലുവിനെ അങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ, ഇത് മോഹൻലാലായിട്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുട്ടി ഫീലാണ്. അതെ, പക്ഷേ മോഹൻലാൽ എന്ന് സിനിമയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒന്നും മിണ്ടാനൊക്കത്തില്ല. കാരണം തകർത്ത് വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അത് സമ്മതിച്ചു കൊടുത്തത്, അത് അദ്ദേഹത്തിൻ്റെ അധ്വാനം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ പെരുമാറ്റം, ആരുടെ അടുത്തും ചിരിക്കാതെ മോഹൻലാൽ പെരുമാറുന്നില്ല. വളരെ ഒരു ജോവിയൽ ടൈപ്പാണ് ആര്യ. എന്നാൽ അത്രയും സുഖേട്ടൻ്റെ ഒരു ശകലം ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഞാൻ പറയും, സുഖേട്ടന് മമ്മൂട്ടിയുടെ രീതി ഇഷ്ടപ്പെടാൻ കാര്യം ചിലപ്പോൾ ഇതായിരിക്കാം. അധികം മിണ്ടത്തില്ലല്ലോ, പക്ഷേ മിണ്ടുന്നില്ല എന്ന് വെച്ചാൽ സ്നേഹമില്ല എന്നല്ല എൻ്റെ അർത്ഥം. വേണ്ടുന്ന സമയത്ത് വേണ്ടതുപോലെ ഉപകരിക്കും, പ്രകടിപ്പിക്കുന്നില്ലാതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സുഖേട്ടൻ എൻ്റെ ഒന്നാം നമ്പർ. അത് തന്നെ രാജു മിണ്ടാതിരുന്നാലും ഒരാൾക്കൊരാവശ്യം വന്നാൽ അത് കൂടെ നിൽക്കുന്നവരായാലും സിനിമയിലുള്ളവരായാലും അല്ലാത്തവരായാലും. ഞാൻ പേരൊന്നും പറയാതെ ഞാനൊരു കാര്യം പറയാം. വളരെ പ്രസിദ്ധനായ ഒരു സംവിധായകൻ കുറേ കാലം ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറയാനൊക്കത്തില്ല, ഒരു ഷെൽട്ടർ, ഒരു അസുഖമില്ലാത്തവരെ അവിടെ നിന്നും കുറേ കാലം താമസിച്ചിട്ട് ഇറങ്ങി വരാൻ നേരത്ത് അവിടുത്തെ ബിൽ പേയ്മെൻ്റ് ഉണ്ടായിരുന്നു. ബില്ല് പേ ചെയ്ത് ഇറക്കാൻ അദ്ദേഹത്തിനെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം സിനിമയിലൂടെ പ്രസിദ്ധരാക്കിയിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ട്. അവരെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണോ എനിക്കറിയത്തില്ല. ജോർദാനിലുള്ള എൻ്റെ മകൻ പൃഥ്വിരാജ്, അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ പരിചയമാണ് മോനെ. കൊച്ചിയിലെ ഞങ്ങളെല്ലാം അടുത്തടുത്ത് താമസിച്ചിരുക മദ്രാസിൽ. ഒരു 3 ലക്ഷത്തിൽ പരം രൂപയോളം കൊടുത്ത് അവിടെ ഇറക്കി കൊണ്ടുവന്നത് പൃഥ്വിരാജ. എവിടെങ്കിലും ഒരു സംഘടനയിലോ ഒരു അസോസിയേഷനോ ഇത് പുറത്തു വിട്ടിട്ടുണ്ടോ? വിടരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ രാജുവാണ്. സത്യം പറയാം, ഞാൻ എല്ലാവർക്കും അറിയാം ഇതാരാണ് ഈ പൈസ കൊടുത്തതെന്നും. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടി, ഒരിക്കലും മറക്കത്തില്ല മല്ലികയെ പറയണേ രാജുവിനോട്, കൊച്ചിയിലെ നമ്മുടെ വീട്ടിൽ കളിച്ച് വളർന്നൊരു കുഞ്ഞല്ലേ എന്നൊക്കെ. അതൊക്കെ നല്ല കാര്യം. പക്ഷേ അങ്ങനെ ആരെങ്കിലും കാണിച്ചിട്ട് ഒരാളായി നടക്കാൻ അത് ഒട്ടും ഇഷ്ടമല്ല. അത് തന്നെയായിരുന്നു സുഖേട്ടനും.
അതാ കുറേയൊക്കെ രാജുവിന് ആ സ്വഭാവമാണ്. ഒന്നും മിണ്ടരുത്, പറയരുത്, ആരൊക്കെ എന്തൊക്കെയോ ചീത്ത വിളിക്കുന്ന പാവം തന്നെ ചിരിക്കും. അയ്യോ പാവ അവർക്കറിയാൻ വയ്യാഞ്ഞിട്ടമ്മയെന്ന് എന്ന് പറയും. ഞങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആരാമ്മേ ചരിത്രമൊക്കെ പഠിക്കുന്നത്, വീട്ടുകളൊക്കെ ചുമ്മാ പിള്ളേർ അറിയാൻ വയ്യായിട്ടിരിക്കുന്നു. അത്രയുള്ള അവൻ്റെ ഉത്തരം. ഞാനാ പിന്നെ എന്നാലും അങ്ങനെ പറയാമോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അതിനിടയ്ക്ക് ഈ എമ്പുരാനെ ചുറ്റിപ്പറ്റി കുറെ ഡൗട്ട്. ഇപ്പൊ മമ്മൂക്ക ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, മറ്റേയാളുണ്ടോ, ഇയാളുണ്ടോ ചോദ്യം വരുമല്ലോ. അപ്പൊ മല്ലികാമ്മ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓൺലൈൻ ന്യൂസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ മല്ലികാമ്മോട് ഓരോ ചോദിക്കും, മല്ലികാമ്മ ഓരോന്ന് പറയല്ലോ. അപ്പൊ രാജു ഒന്നും പറയത്തൂല, മല്ലികാമ്മോട് ചോദിച്ചാൽ എല്ലാം പറയുകയും ചെയ്യുന്നത്, എല്ലാം സീക്രട്ട് ഔട്ട്. ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അല്ല മമ്മൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഉടനെ മമ്മൂട്ടി ഉണ്ടെന്ന് മല്ലികാമ്മ പറഞ്ഞതാക്കിയത്, അതാണ് സംഭവം. ഇപ്പൊ ടർബോയിലെ റോള് പോലെ, അയ്യോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ അതാ പറഞ്ഞ ടർബോയിലെ റോള് പോലെ ബിന്ദു പണിക്കര് മാം ചെയ്ത റോളല്ലേ, ആ റോള് പോലെ മല്ലികാമ്മയുടെ കയ്യിൽ നിന്ന് ചെയ്യാൻ പറ്റാതെ പോയിട്ട് പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പോ അയ്യോടാ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയ വേറെ റോളുകളുണ്ട്? അങ്ങനെ വിട്ടിട്ട് വിളിച്ചപ്പോൾ പോകാമായിരുന്നു എന്ന് തോന്നിയ വേഷങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്തെ പടങ്ങളിൽ അങ്ങനെ ഒരു ഭയങ്കര നിരാശ തോന്നുന്നത് ഈ ടർബോ മാത്രമേ ഉള്ളൂ. അത് ടർബോ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സീൻ ബൈ സീൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. മമ്മൂട്ടിയുടെ കൂടെ ഇതാണ് കഥാപാത്രം, അപ്പം മമ്മൂട്ടിയുടെ ഒരു പടം അഭിനയിക്കാതെ എനിക്ക് വലിയൊരാഗ്രഹം. ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പടം വരും അമ്മയും മോനും ഒക്കെ ആയിട്ട് അഭിനയിക്കണം. പിന്നെന്താ അദ്ദേഹം പിന്നെ എന്ത് ചോദിച്ചാലും ഓക്കെ എന്ന് പറയുന്ന ഒരാളാണ്. അതല്ലേ ഞാൻ ഇത് കേട്ടതൊന്നും ഞാൻ നല്ല ചെറുപ്പത്തിലിരിക്കുക, നമ്മളുമൊക്കെ വയസ്സായി അമ്മയോ അമ്മുമ്മയോ ഒക്കെ ആയിട്ട് ഇനി അഭിനയിക്കാം. അപ്പം ഞാനിങ്ങനെ പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു നിരാശ തോന്നിയ കഥാപാത്രങ്ങൾ വളരെ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെ ഒന്നും ഒരു ഓർക്കുന്നതായിട്ടില്ല സത്യം. മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ല വിൻസെൻ്റ് മാസ്റ്ററുടെയൊക്കെ പടങ്ങൾ ഞാൻ 2 പടം അഭിനയിച്ചതാണ്. അദ്ദേഹം അല്ലെങ്കിൽ അതുപോലെ ചില സമീപം ലാൽ ജോസിൻ്റെ പടത്തിനകത്തൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാരുടെ പടത്തിൽ അയ്യോ ഈശ്വര ഇതുപോലൊരു വേഷം അങ്ങനെ തോന്നിയിട്ടുണ്ട്. സത്യൻ്റെയൊക്കെ ചില അമ്മച്ചിമാർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നായികാവേഷമല്ല അല്ലാതെയുള്ള ലളിത ചേച്ചി അയൽവക്കക്കാരി എന്നൊക്കെ. അത് ചേച്ചി ഒരു ബ്രാൻഡാണ് സത്യൻ്റെ. പാവം എപ്പോഴും ചേച്ചി തന്നെ എൻ്റെ അടുത്ത് പറയും കേട്ടോ, സത്യൻ്റെ പടം കൊണ്ട് എനിക്ക് വേഷം ഉണ്ടടി എന്ന് ലളിത ചേച്ചി എൻ്റെ പാവം പറയുമായിരുന്നു. അതൊരു വല്ലാത്ത മിസ്സിംഗ് ആണല്ലേ എന്നെ. ഞാൻ എപ്പോഴും പറയും എനിക്കങ്ങനെ അവിടെ നിന്ന് എഴുതാനും പറയാനെങ്കിലും ഞാൻ മോനെ വിളിച്ച് മോനെ അമ്മയ്ക്കൊന്ന് ചേച്ചിയെ കിടത്തിരിക്കുന്ന സ്ഥലം വരെ പോകണം. രാജു ഓടി, അവനറിയാം ഞാനും ചേച്ചിയായിട്ടുള്ള ബന്ധം. ഓടി വന്നു, എന്നെ കൊണ്ടുപോയി, എല്ലാ കാര്യങ്ങളും ചേച്ചി ഫോണിൽ കൂടെ പറയും. പാവം. ഇപ്പൊ ഗഗനചാരിയുടെ എനിക്ക് തോന്നുന്നു ഡയറക്ടറാന്ന് തോന്നുന്നു, അത് എഴുതിയ സമയത്ത് ആ വോയിസ് KPC ലളിതാമ്മയുടെ ശബ്ദമാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴാണ് പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആയത്. അപ്പൊ നേരെ മല്ലികാമ്മ അടുത്തേക്ക് പോയി സൗണ്ട് വെച്ചിരുന്നു. ഇപ്പോ ഇതില് ഈ സിനിമയില് വ്യസന സമേതം ബന്ധുമിത്രാദികളില് ഫുൾ ഓൺ കോമഡി കഥാപാത്രങ്ങളാണ്. അതായത് സിനിമയിലും അല്ലാണ്ട് ജീവിതത്തിലും കോമഡി ചെയ്ത് ഫുൾ ടൈം എന്റർടൈനിങ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ. ഇപ്പൊ അസീസിക്ക, നോബിച്ചേട്ടൻ, ബൈജു ചേട്ടൻ, പിന്നെ കേട്ടോ ഒരു കരയോഗം പ്രസിഡന്റ് എന്നും പറഞ്ഞൊരു കഥാപാത്രം. നല്ല ഇന്റർവ്യൂ എടുത്ത് എന്റെ മല്ലികാമ്മ ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ മൊത്തം ഒരു പുകമയായിരുന്നു. വൈചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചോദിച്ചാൽ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. മറ്റേ അതുപോലെ തന്നെ നസീർ നമ്മുടെ നെടുമങ്ങാട്ടെ അസീസ് അവരൊക്കെ അസീസിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആ കുട്ടിയെ ഞാൻ സത്യത്തിൽ കണ്ടിരിക്കുന്ന ചില ഇതുപോലത്തെ സ്റ്റേജിൽ ചില കോമഡി പ്രോഗ്രാം എത്ര നല്ല ആർട്ടിസ്റ്റ് അവരൊക്കെ പറഞ്ഞു. അസീസിക്ക മല്ലികാമ്മയോട് ഒരു കഥ പറഞ്ഞു. അസീസിക്ക ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, അസീസിക്കയെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയത് പൃഥ്വിരാജാണെന്ന്. അപ്പൊ അത് ലിറ്ററലി കൈപിടിച്ച് കയറ്റിയതാ. നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് പൃഥ്വിനെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് കോളേജിൽ ഇങ്ങനെ പൊക്കുന്ന ഒരു സീനുണ്ട്. ഇത്ര ആ സീനില് 10 പേരെന്തോ നിന്നു, പക്ഷെ ഇവർക്ക് പൊക്കാൻ പറ്റുന്നില്ല. അപ്പൊ അസീസിക്ക പുറത്ത് സിനിമ കാണാൻ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് പറയാണ്, അസീസിക്ക കൂട്ടുകാരനോട് പറഞ്ഞു, എടാ സുകുമാരൻ ഇങ്ങനെ ഒരു മോനുണ്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു, നമുക്കൊരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട്, ഷൂട്ട് കണ്ടുകൊണ്ട് നിന്നപ്പോ പൃഥ്വിരാജ് അസീസിക്കയെ നോക്കിയിട്ട് രാജേട്ടൻ ഇങ്ങനെ ചേട്ടാ ഒന്ന് വന്നേന്ന് പറഞ്ഞ് കൈ പിടിച്ച് കയറ്റിയിട്ട് അസീസിക്കയും കൂടിയാണ് പൊക്കിയത്. അസീസി ഇപ്പൊ 1-2 പ്രാവശ്യം ഞങ്ങൾ ഈ ഓരോ ഷോയ്ക്ക് ഇന്നപ്പോ കണ്ടപ്പോഴും അല്ലാതെ ഞാൻ പറയുന്നത് അസീസ് എന്ത് നല്ല ആർട്ടിസ്റ്റ്. അസീസിന്റെ ഭാര്യയായിട്ടുള്ള
അഭിനയിച്ച ഞാൻ വിപിൻദാസ് ഇതിനകത്ത് എത്ര നല്ല ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ ഇവരെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒരുപാട് നല്ല നല്ല ഇപ്പൊ ഇതിൽ അഭിനയിച്ചപ്പോൾ ഞാൻ വിപിൻദാസ് ഇവരെയൊക്കെ എങ്ങനെ തപ്പിയെടുത്തു. അതിങ്ങനെ നമ്മൾ യൂട്യൂബ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, യൂട്യൂബിൽ കിടന്ന് ഗോഷ്ടി കാണിക്കാതെ മര്യാദയ്ക്ക് നല്ല സാധനം വല്ലതും കാണിച്ചാൽ അവസരമെങ്കിലും കിട്ടും. അവർ ആക്ച്വലി പറഞ്ഞ മാതിരി യൂട്യൂബിൽ കിടന്ന് ഗോഷ്ടി കാണിക്കുന്നത് കുറെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു എൻട്രി അല്ല, ഇവരൊക്കെ നല്ല സംഭവങ്ങൾ, ഇവർ നല്ല റിയൽ യൂട്യൂബിൽ തമാശ സ്കിറ്റുകളും അതും ഇതൊക്കെ. അത് ഇപ്പം തന്നെ വേറെ ഒരു 3-4 പിള്ളേരുടെ ഒരു ക്ലാസ് റൂം ഞാൻ പറഞ്ഞു, എന്തൊരു ആർട്ടിസ്റ്റ്, എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നവർ. അതാണ് നമുക്ക് ആരെയും അങ്ങനെ മാറ്റി നിർത്തുമൊക്കെ വരാണല്ലോ, ഭയങ്കര ക്രിയേറ്റീവ് സാധനങ്ങളാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഇപ്പൊ കുറെ അങ്ങനെ യൂട്യൂബിൽ നമ്മുടെ ബമ്പർ ചിരിയിൽ മനോരമയിൽ എൻ്റെ ചിലപ്പോൾ ഞാൻ കുടഞ്ഞിട്ട് ചിരിക്കാറുണ്ട്. ചിരി വന്നിട്ട് പിന്നെ എനിക്ക് മഞ്ജുവിൻ്റെ ഊട്ട് ചിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ മഞ്ജു കൊച്ചുകുട്ടിയാണ്. ഞാൻ അതുപോലെയൊക്കെ കിടന്ന് ചിരിച്ചാൽ വല്ലവരും പറയും തള്ളക്ക് എന്തോ വട്ടമായോ എന്നല്ലോ ചോദിക്കുമെന്ന് മേടിച്ചിട്ട് ചിരി ഞാൻ അങ്ങ് സഹിക്കും അവിടെ ഇരുന്നിട്ടിങ്ങനെ. പിന്നെ ചിരിച്ച കാശ് പോലെ. അപ്പം എല്ലാവരും പറയാം അങ്ങനെ അടക്കരുത് ചേച്ചി, ചിരിക്കുക, ഇത് ചിരിക്കേണ്ട പരിപാടിയാന്നൊക്കെ പറയുമെങ്കിലും നമുക്കൊരിതില്ല. അയ്യോ എൻ്റെ പ്രായം എന്തോ മഞ്ജുവിൻ്റെ പ്രായം എന്തോ, അത് രണ്ടും ഫുൾ ടൈം ചിരിച്ചിങ്ങനെ സന്തോഷമായിട്ടിരിക്കും മല്ലികാമ്മ. അയ്യോ, അഭിനയിക്കുന്ന സിനിമകൾ കാണുമ്പോൾ ഞങ്ങളും ചിരിക്കട്ടെ, അതാണ് ഞാൻ. അത്രേ ഉള്ളൂ ആഗ്രഹം. ഇനിയുള്ള ശിഷ്ടകാലം ഒരുപാട് കിടന്ന ആവശ്യമില്ലാത്ത ചിരിയല്ല, എങ്കിലും മക്കളുടെയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷവും അല്ല അതൊക്കെ കൊണ്ട് തരും. കാരണം ചുറ്റിനും ഇരിക്കുന്ന ദൈവങ്ങളെ കാണുന്നില്ലേ, ഇവരൊക്കെ തന്നെയാണ് എൻ്റെ കൂട്ട്. ഞാൻ തീർച്ചയായിട്ടും അതെ, യാതൊരു സംശയമില്ല. ഞാൻ പറയും, എന്നെ എന്തെങ്കിലും എനിക്ക് വേദന തോന്നുന്ന ഒരു സംഭവം എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എന്ത് തെറ്റാണ് എൻ്റെ മോനും ഞാനൊക്കെ ഇവരോട് ചെയ്തത്, ദൈവമേ എനിക്ക് ചോദിക്കാൻ വയ്യ, ഭഗവാനെ അങ്ങ് ചോദിച്ചോണെന്ന് പറയും. അത് ചിലപ്പോഴൊക്കെ ചോദിക്കുന്നുമുണ്ട്, എൻ്റെ മുമ്പിൽ തന്നെ ഞാൻ കാണാറുണ്ട്. അല്ല തീർച്ചയായിട്ടും അത് ചെയ്യരുത് അങ്ങനെ. കാരണം ഒരു സംഭവം വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടത്. ഒരാൾ എവിടെങ്കിലും പറഞ്ഞുണ്ട്, എന്തിനാണ് എല്ലാവരും ഈ പൃഥ്വിരാജിനെ കിടന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് എഴുതി കൈ കൊടുത്തു, അയാളത് ഭംഗിയായിട്ട് ചെയ്തു എന്നല്ലേ സിനിമാക്കാരടക്കം പറയേണ്ടത്. അങ്ങനൊരു വാചകം ഒരാൾ പറഞ്ഞായിട്ട് ചൂണ്ടിക്കാണിക്കാവോ? പറയത്തില്ല. ഞങ്ങൾ പറഞ്ഞായിരുന്നു. അല്ല അതെല്ലാവരും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞായിരുന്നു. ഒരുപാട് ചാനലുകാർ ആ കാര്യത്തിലൊക്കെ എനിക്ക് ചാനലുകാർ മാത്രമല്ല നമ്മൾ സാധാരണക്കാർ കണ്ടവർ പറഞ്ഞിരുന്നു. അതാ ഇന്നലെ എവിടുന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കാനഡ, ഞാൻ പറഞ്ഞില്ലേ കാനഡയിലൊക്കെ ഈ 1 ഷോ 2 ഷോയൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ എമ്പുരാൻ 2 തിയേറ്ററിൽ 3 ഷോ വെച്ച് കളിച്ചു. അപ്പോൾ അവിടെ ഈ സായിപ്പന്മാർ പിള്ളേരൊക്കെ കയറി കണ്ടപ്പോൾ മലയാളികൾ, എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ അവിടെ ഉണ്ട് ടൊറൻറ്റോയിലുമൊക്കെ. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് ഇങ്ങനത്തെ പടമൊക്കെ വരുമല്ലേ, കേരളം വളരെ ചെറിയൊരു സ്റ്റേറ്റ് അല്ലേ, ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പിൽ, ബട്ട് ഈസ് എ ബ്യൂട്ടിഫുൾ ഫിലിം. അപ്പോൾ അത് ആരാന്നൊന്നും അവർക്ക് അറിഞ്ഞൂടാ. ഇവർ മലയാളികൾ കണ്ടപ്പോൾ ഫ്രണ്ട്സും കൂടെ കയറിയതാണ് കാണാനായിട്ട്. അപ്പം ഞാൻ പറയുന്നത് കണ്ടില്ലേ ആൻറ്റി, ഇതൊന്നും അംഗീകരിക്കാൻ നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ സിനിമാക്കാരുടെ കളികളാണ് എന്ന് അവർ പറയുന്നു. അപ്പം നമുക്കറിയില്ല സിനിമാക്കാരുടെ കളിയാണോ സിനിമാക്കാരല്ലാത്തവരുടെ കളി, ആരുടെ കളിയാണെങ്കിലും മോനെ ഈ പറഞ്ഞതിൻ്റെ ഈ കളിയുടെ മുതലും പലിശയും കൂടെ നമുക്ക് തിരിച്ചു കിട്ടിയാൽ നല്ല രീതിയിൽ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് മാത്രം പാടില്ല. അല്ല അത് വരുമ്പോഴേ ആലോചിക്കുള്ളൂ. ഞാൻ എന്തോ ഇതിന് മാത്രം പാവം ചെയ്തോ എന്തോ ദൈവമേന്ന് അപ്പം ആലോചിക്കും. ഇപ്പൊ എമ്പുരാൻ പോലെ വിലായത് ബുദ്ധ വരാനുണ്ട്. അതുപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മല്ലികാമ്മ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൃഥ്വിരാജ് അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് സിനിമയുണ്ടോ? എല്ലാ പടങ്ങളും അല്ല, രാജുവിൻ്റെ ഒരു 1-2 പടം നല്ല എനിക്കൊരു പ്രതീക്ഷയുള്ള പടമാണ്. ഇപ്പം ഖലീഫ, കാളിയൻ, കറാച്ചി, ഇപ്പം ഇത് വിലായത് ബുദ്ധയിൽ അവന് ഫൈറ്റും ഒക്കെ ആയിട്ട് നല്ല ക്യാരക്ടർ, നല്ല പടമായിരിക്കും. അത് ഓടേണ്ട ഒരു പടം, ഓടും. ഇപ്പൊ എന്തായാലും നമ്മൾ ഓടിക്കാൻ വന്ന പടം അത് നല്ലോണം ഓടട്ടെ. വലിയ സന്തോഷം. ശരിക്കും എല്ലാവരും ഈ പറഞ്ഞതിൻ്റെ എഡിറ്റിംഗ് ടേബിളൊക്കെ കണ്ടവർ ചേച്ചിയുടെ ഒരു പടം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേ മനസ്സിനൊരു സുഖം. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ സന്തോഷം. എല്ലാം ദൈവം തമ്പുരാൻ കാക്കട്ടെ. പിന്നെ മനോരമയിലൂടെ ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് അതാണ്, ഞങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ പ്രായമൊക്കെ ആയി, അപ്പോൾ ഇനി നിങ്ങളെ ചിരിപ്പിക്കാനൊക്കെ കഷ്ടപ്പെടുന്ന കിടന്ന് തലകുത്തി മറിയുമ്പോൾ നിങ്ങളൊക്കെ ചിരിക്കാൻ വേണ്ടിയുള്ളൊരു പടമാണ്. കൊണ്ട് പോകണം, ചിരിക്കണം. ശരി മല്ലികാമ്മ, താങ്ക് യു സോ മച്ച്.